ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നന്നാരി സിറപ്പിൻ്റെ റെസിപ്പിയാണ്. ലാസ്റ്റ് ഒരു നന്നാരി സോഡ സർബത്ത് തയ്യാറാക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇതുപോലെ നന്നാരി സിറപ്പ് വീട്ടിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ചൂടുകാലത്തൊക്കെ പെട്ടെന്നൊരു സർബത്ത് ഉണ്ടാക്കണമെങ്കിലൊക്കെ ഈസിയാണ്. അതുപോലെ നോമ്പ് തുറക്കുന്ന ടൈമിലാണെങ്കിലും ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അതുമാത്രമല്ല, ബോഡിക്ക് ഭയങ്കര ഒരു കൂളിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഡ്രിങ്കും കൂടെയാണിത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ നന്നാരി, അല്ലെങ്കിൽ നറുനീണ്ടി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിപ്പോൾ ഒരു 300 ഗ്രാം നന്നാരി സ്റ്റിക്കാണുള്ളത്. വൈദ്യശാലയിൽ നിന്നൊക്കെ ചെറിയ റേറ്റിന് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഈ 300 ഗ്രാം തന്നെ വേണമെന്നില്ല, ഇതേ അളവ് തന്നെ 100 ഗ്രാം വെച്ചും നമുക്ക് നന്നാരി സിറപ്പ് ഉണ്ടാക്കാം. പക്ഷെ ഇത്ര ഒരു സ്ട്രോങ് ഉണ്ടാവില്ല എന്ന് മാത്രം. ഇതാകുമ്പോൾ വളരെ കുറച്ചെടുത്താൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സർബത്ത് ഉണ്ടാക്കാം. ഇതിൽ ഒരുപാട് പൊടിയും ചളിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് 1 മണിക്കൂർ ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. ആ വെള്ളം നമ്മൾ എടുക്കാൻ പാടില്ല. ഇതിൽ ഭയങ്കരമായിട്ട് ആ ചളിയൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. ഇതിൻ്റെ കളറൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രമാത്രം ഇതിൽ ചളി ഉണ്ടെന്ന്. അതിനുശേഷം ഇതൊരു 3-4 വട്ടം നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിപ്പോൾ നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വലിയ പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുക. ഞാനിപ്പോൾ ചതക്കണമൊന്നുമില്ല, ഇതിലെല്ലാം ചെറിയ പീസാണുള്ളത്. 1-2 വലിയ പീസ് മാത്രമേ ഉള്ളൂ. ഇനി ഇത് എത്രയാണോ അളവുള്ളത് അതിൻ്റെ ഡബിളായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 3-4 മണിക്കൂറെങ്കിലും വെക്കണം. എന്നാലാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സിറപ്പ് തന്നെ നമുക്ക് കിട്ടുള്ളൂ. സാധാരണ ഇങ്ങനെ രാത്രി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ രാവിലെ എടുത്ത് ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതിൻ്റെ മാക്സിമം ജ്യൂസ് തന്നെ കിട്ടാനായിട്ട് നമുക്കിതൊന്ന് കുക്കറിലിട്ടടിക്കാം. ഈ സ്റ്റിക്ക് ഇട്ട് വെച്ചാൽ അതേ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് മുഴുവനായിട്ട് ഒഴിക്കണില്ല, ബാക്കി നമുക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ ഒഴിക്കാം. ഇപ്പോൾ കുക്കറിൽ കുറച്ചധികം ആയിട്ടുണ്ടെങ്കിൽ പൊന്തി പോവുമല്ലോ. അതുകൊണ്ട് ഇതിൽ കറക്റ്റായിട്ടുള്ളത് മാത്രമേ ഒഴിച്ചു കൊടുക്കണുള്ളൂ. ബാക്കി ഇത്ര വെള്ളം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് കുക്കറിലിട്ട് കുറച്ചധികം നേരം തന്നെ വേവിച്ചെടുക്കാം. ഒരു 6-7 വിസിലെങ്കിലും വരെ അങ്ങനെ അടിച്ചോട്ടെ, എന്നാലാണ് അതിൻ്റെ മാക്സിമം സത്ത് കിട്ടുള്ളൂ. ഈ ഒരു ടൈമിൽ നമുക്കിതിന് വേണ്ട പഞ്ചസാര കാരമലൈസ് ചെയ്യാം. ഇവിടെ ഞാൻ 300 ഗ്രാം നന്നാരി സ്റ്റിക്കിന് കറക്റ്റ് 2 കിലോ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 കിലോന് മുതൽ 6 കിലോ വരെ പഞ്ചസാര ഈ ഒരു അളവിന് എടുക്കാം. 300 ഗ്രാം നന്നാരി സ്റ്റിക്കിൽക്ക് ഒരിക്കലും 2 കിലോ എന്ന് പറഞ്ഞാൽ ഒരു കൂടുതലല്ല. കാരണം സർബത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വളരെ കുറച്ച് സിറപ്പാണ് എടുക്കുകയുള്ളൂ. പക്ഷെ ഒരുപാട് പഞ്ചസാര എടുക്കുകയാണെങ്കിൽ കുറച്ച് മധുരം അധികം ഉപയോഗിക്കാത്തവർക്കൊക്കെ കുടിക്കാൻ കൊടുക്കാൻ പറ്റില്ല. ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കുറച്ച് സിറപ്പ് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ കുറച്ച് മധുരം കൂടെ ഇട്ട് കൊടുക്കുക. നന്നാരി സിറപ്പിന് നല്ലൊരു കളർ കിട്ടാനും അതുപോലെ പെട്ടെന്ന് കട്ടിയായി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉരുക്കിയെടുക്കുന്നത്. പഞ്ചസാര ഉരുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ കരിഞ്ഞു പിടിക്കും. അതുപോലെ സ്റ്റവ് സ്പീഡ് കുറച്ച് കൊടുക്കുക. ഇപ്പം എല്ലാ ഭാഗവും കറക്റ്റ് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ മാത്രം നന്നായി ശ്രദ്ധിക്കണം, കാരണം നല്ല ഉരുക്കി നല്ല ചൂടുള്ള പഞ്ചസാരയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം സ്റ്റവ് ഓഫ് ചെയ്തിടുക. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ പഞ്ചസാര എടുത്ത ആ ഒരു ബൗളിന് ഡബിളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് വെള്ളം മാത്രം ആദ്യം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ചധികം നേരം ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ച് സ്റ്റവ് ഓൺ ചെയ്യുക. ഇതിപ്പോൾ നല്ല ചൂടുള്ള പഞ്ചസാരയിലേക്കാണ് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ട പിടിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായി കട്ട പിടിച്ച് ഇളക്കാനൊന്നും പറ്റില്ല. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, ഇതങ്ങനെ തിളച്ചോളും. തിളച്ച് കഴിയുമ്പോൾ ഇത് സാവധാനം ഇതിങ്ങനെ അലിഞ്ഞു വരും. ഈ ഒരു ടൈമിൽ നമ്മൾ ബുദ്ധിമുട്ടി ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല.
ഇതിപ്പോൾ നമ്മൾ ആദ്യം കണ്ട പോലെയല്ല, പഞ്ചസാരയൊക്കെ ഒരുപോലെ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. കട്ട കെട്ടിയതൊക്കെ അലിഞ്ഞ് ഒരുപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരുപാട് അഴുക്കുണ്ടാവും, പഞ്ചസാര അത്ര അധികം പഞ്ചസാര ഉണ്ടല്ലോ, അപ്പോൾ ഒരുപാട് അഴുക്കും ഉണ്ടാവും. അതൊന്ന് ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോഴിമുട്ടയുടെ വെള്ള ഇതിൽ ഒഴിച്ചു കൊടുക്കുക. മഞ്ഞല്ല, വെള്ള മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ വെള്ളഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുമ്പോൾ പഞ്ചസാരയുള്ള അഴുക്കും ഇതിനൊപ്പം സെറ്റാവും. അതോടൊപ്പം തന്നെ നമുക്കിതിൽ അതിങ്ങനെ കോരി മാറ്റാനും എളുപ്പമാണ്. ഇങ്ങനെ മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള നല്ല അടിപൊളി നന്നാരി സിറപ്പ് കിട്ടും. അതുപോലെ തന്നെ പഞ്ചസാരയിലെ അഴുക്കും എളുപ്പത്തിൽ തന്നെ എടുത്ത് കളയാനും പറ്റും. ഇതിപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിൽ അഴുക്കെല്ലാം പൊങ്ങി വരാൻ തുടങ്ങി. ഇനി നമുക്കിത് എല്ലാ ഭാഗവും ഒന്ന് കോരി മാറ്റിയെടുക്കുക. ഇത്രയും അഴുക്കാണ് ഇതിലുണ്ടായിരുന്നത്. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെങ്ങനെ എത്ര എളുപ്പത്തിൽ എടുത്തു മാറ്റാമെന്ന്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച നന്നാരിയുടെ സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ അത് കുതിർക്കാനായി വെച്ചതിൻ്റെ ബാക്കി വെള്ളം കൂടെ ഈ ഒരു ടൈമിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ഇത്രയും വട്ടം കഴുകിയെടുത്തിട്ട് പോലും ഇതിൻ്റെ അടിഭാഗത്ത് കണ്ടില്ലേ മണ്ണുണ്ട്, അപ്പോൾ അടിഭാഗം എപ്പോഴും ഒഴിവാക്കുക. ഇനി ഇതിങ്ങനെ കിടന്ന് തിളച്ചോളും, ഇളക്കി കൊടുക്കൊന്നും വേണ്ട, അടി പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇത് പകുതി ആവണ വരെ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 5-6 ഏലക്ക ഒന്ന് ചതച്ചതിന് ശേഷം ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കുറുകി അത്യാവശ്യം സെറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊഴിച്ച വെള്ളത്തിൻ്റെ പകുതിയോളം വറ്റിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതിൽ സ്റ്റിക്കെല്ലാം എടുത്ത് മാറ്റുക. കാരണം ചൂടാറി കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ കട്ടിയാവും. അപ്പോൾ ഇതിൽ നന്നായിട്ട് ആ സിറപ്പ് പിടിച്ചെടുക്കും ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള നന്നാരി സിറപ്പ് കിട്ടില്ല. ഓരോ സ്റ്റിക്കിലും സിറപ്പ് പിടിക്കും. ഇനി ഇതുപോലെ ചൂടാറി കഴിഞ്ഞാൽ ബോട്ടിലാക്കി സൂക്ഷിച്ചു വെക്കാം. നന്നാരി സ്റ്റിക്കിൽ 1-2 വട്ടമൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരത്തിലുള്ള സർബത്ത് തന്നെ തയ്യാറാക്കാം. അതിനുശേഷം ഒഴിവാക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി നന്നാരി സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് നല്ലൊരു സോഡാ സർബത്ത് തയ്യാറാക്കാം. ആവശ്യത്തിനുള്ള നന്നാരി സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞു കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 3-4 ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം സോഡ പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇവിടെ യാതൊരു മായവും ചേർക്കാത്ത ഒരു അടിപൊളി നന്നാരി സിറപ്പ് വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ട്, അതുപോലെ തന്നെ ആ സിറപ്പ് വെച്ച് ഒരു അടിപൊളി സർബത്തിൻ്റെ റെസിപ്പിയും കണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്